സാറേ, എന്തോ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് സർവേ ഇപ്പം 2019 കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സർവേ അനുസരിച്ചാണ് UDF, അതുപോലെ തന്നെ 2024 UDFന് അനുകൂലമായിട്ടുള്ള ഒരു സർവേ ഫലങ്ങളാണ് വരുന്നത്. എല്ലാ ചാനലുകളും നടത്തിയതിനകത്ത് ബഹുഭൂരിപക്ഷവും UDF കാൻഡിഡേറ്റ്. സാറ് എന്ത് പറയുന്നത്? അങ്ങനെയായിരിക്കുമോ കേരളത്തിലെ അവസ്ഥ? അല്ല, സർവേ എല്ലാ കാലഘട്ടത്തിലും ശരിയായി കൊള്ളണമെന്നില്ല. പിന്നെ 19 തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ഘടകങ്ങൾ UDFന് അനുകൂലമായി ഉണ്ടായിരുന്നു. ഒന്ന് ശബരിമല, 2 രാഹുൽ ഗാന്ധിയുടെ അതിപ്രഭാവം. ഇത്തവണ വന്നപ്പോൾ അവർ സർവേ എല്ലാവരും നടത്തി. 1-2 ചാനലുകാരല്ല, എല്ലാ ചാനലുകാരും നടത്തുകയാണ്. അപ്പോൾ ഈ നമ്മൾ അടുപ്പിൽ കലം വെച്ച് വെള്ളമിട്ട് ചോറ് അരിയിട്ട് അത് വെന്തോന്നറിയാൻ വേണ്ടി 1-2 തരിയെടുത്ത് പരിശോധിക്കുന്നത് പോലെ ഇവർ ഒരു 10,000 പേരെയോ 15,000 പേരെയോ കണ്ട് പരിശോധിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ പരസ്യമായി ഈ ആർക്ക് വോട്ട് ചെയ്യും, എങ്ങനെ വോട്ട് ചെയ്യുമെന്ന് ഒരാളും പറയത്തില്ല. കാരണം അത് കൊച്ചു കാര്യമല്ലല്ലോ, ഇത് രഹസ്യമായി പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഈ എടുക്കുന്ന സർവേകൾ എല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല. പിന്നൊന്ന്, പല സർവേകളും 1 മാസത്തിന് മുമ്പും 1.5 മാസത്തിന് മുമ്പും എടുത്തതാണ്. ഇപ്പം അടുത്ത കാലത്തെടുത്ത ചില സർവേകൾ 200 മണിക്കൂറേ ഉള്ളൂ ഇനി ഇലക്ഷന്. ഈ 200 മണിക്കൂറിനകം എന്തൊക്കെ സംഭവിക്കാനിരിക്കുന്നു, ഒരുപാട് അട്ടിമറികൾ നടക്കാം. പിന്നൊന്ന്, ഈ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ബഹളങ്ങളുണ്ടാവും, അക്രമങ്ങളുണ്ടാവും, പാനൂർ പോലെയുള്ള വിഷയങ്ങളുണ്ടാവും. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. പിന്നൊന്ന്, സിമ്പതി വോട്ടുകൾ, വേറെ ചില വീരകഥകൾ പറഞ്ഞ് ആ വോട്ടുകൾ, ഇതെല്ലാം കൂടെ വന്ന് മറിയുമ്പോൾ ഈ വിശകലനത്തിൽ വലിയ അർത്ഥമുണ്ടാവത്തില്ലെങ്കിലും UDFിൻ്റേതായ ഒരു നില മെച്ചപ്പെടുത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്ന് പറഞ്ഞാൽ 19 നിന്ന് കൂടുമെന്നല്ല. എന്നാൽ ഒരു 15-16 സീറ്റുകളിൽ കോൺഗ്രസ് വരും, UDF വരും. കേരളത്തിൽ ഒരു 3 സീറ്റ് ചിലപ്പോൾ LDFന് വരാം. പക്ഷേ എൻ്റെ കണക്കുകൂട്ടലനുസരിച്ച് BJP സീറ്റൊന്നും പിടിക്കത്തില്ല. എന്നാൽ ജയിക്കാവുന്ന സീറ്റുകൾ 2-3 ഉണ്ട്. പക്ഷെ അവിടെയൊക്കെയുള്ള അവരുടെ വീഴ്ച കൊണ്ടും കാലുവാരൽ കൊണ്ടും ചിലപ്പോൾ വോട്ട് മറിച്ചു കൊടുക്കുന്നത് കൊണ്ടും ഒക്കെയുള്ള പാളിച്ചകളുണ്ടാവാം. ഏതായാലും ഒരു 16-4, 16-3 എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോഴത്തെ വോട്ട് നില ഞാൻ കണക്കാക്കുന്നത്. അപ്പോഴും 19 ആവുന്നുള്ളൂ. ഒരെണ്ണം ആർക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാം. ചിലപ്പോൾ LDFനോ UDFനോ തന്നെ മറിയാം. അപ്പോൾ 20ൻ്റെയും വിശകലനം പൂർണ്ണമായി ശരിയായിക്കൊള്ളണമെന്നില്ലല്ലോ. പിന്നെ ഇത് ആളുകൾ പറയുന്നത് പോലെയല്ല കാര്യങ്ങളുടെ കിടപ്പ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും ഉണ്ടായിരുന്ന പാറ്റേൺ അല്ല ഇത്തവണ. പാറ്റേൺ മുഴുവൻ മാറി. ജനങ്ങൾ ഒരു വീട്ടിലെ വോട്ട് തന്നെ പലർക്കായി വീതിച്ചു പോകും. പിന്നെ വരുന്ന സ്ഥാനാർത്ഥികൾ വന്ന് കണ്ടില്ല, പിന്നെ ചിലർ വന്ന് കണ്ടു. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ പേരെടുത്ത് വിളിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. പിന്നെ പണത്തിൻ്റെ കൊഴുപ്പ്, പണം ഭയങ്കരമായിട്ട് ഒഴുകുകയാണ്, തോന്നിപ്പിക്കുക. അതെ, ഒഴുക്കുകയാണ്. പിന്നെ നേതാക്കന്മാർ ഒരു നേതാക്കന്മാരാണ് എല്ലാ പാർട്ടിക്കും വേണ്ടി ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പ്രസംഗിക്കുകയും പ്രചരണം നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് ആളുകളുടെ കണ്ണ് മഞ്ഞളിക്കും എന്നാണ് ആളുകൾ പറയുന്നത്. വലിയ തമാശയുള്ളത്, പ്രശാന്ത്, ഒരു യോഗം നടക്കുന്നു. ആ യോഗത്തിൽ ഒരു 3000 പേര് കൂടുന്നു എന്നിരിക്കട്ടെ. ആ 3000 പേരും ഒരു പാർട്ടിയുടെ ആൾക്കാരാണ്, ഒരു പാർട്ടിയുടെ. അപ്പോൾ ഇത് ബാക്കിയുള്ള ജനം ഇത് കേൾക്കുന്നില്ല. പിന്നൊന്ന്, ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നടത്തുന്ന വമ്പന്മാർ വരുന്ന യോഗങ്ങളിലേക്ക് ആളുകൾ ഇറക്കുമതി ചെയ്യും, മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യും. ആ വോട്ടൊന്നും കിട്ടുന്നതല്ല. അപ്പോൾ ആൾക്കൂട്ടം കണ്ട് ഈ സർവേ തീരുമാനിക്കാനൊക്കത്തില്ല. പിന്നെ ഈ 10-20,000 പേരെ കണ്ട് വോട്ട് പെട്ടിയിലേക്ക് എടുക്കുക, അവർ സ്ഥാനിപുലാക ന്യായം പോലെ ഇതൊക്കെ പരിശോധിച്ചിട്ടാണ് ഞങ്ങൾ ഈ സർവേ നടത്തുന്നത്, അതുകൊണ്ട് ശരിയായിരിക്കും, സത്യമായിരിക്കും എന്നൊക്കെ ആളുകൾ അണയിട്ട് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ അവസാനം മാതൃഭൂമിയാണെന്ന് തോന്നുന്നു സർവേ നടത്തിയത്.
ആ സർവേ നടത്തിയതിലും 15-4-1 എന്നാണ് അവരുടെ നിലപാടെന്ന് തോന്നുന്നു. 15 UDF, 4 LDF, 1 BJP എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു 3 സീറ്റ് LDFന്, അല്ലെങ്കിൽ 15-16 കോൺഗ്രസ്സിന്, ചിലപ്പോൾ ഒരു സീറ്റ് BJPക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. അല്ല, ഈ സാറി പറഞ്ഞതുപോലെ സർവേകൾ ഈ പറഞ്ഞ റേഷ്യോ കാര്യങ്ങൾ പരിശോധിക്കുന്നതാണ്. 10-15,000 പേര് മതിയെന്നാണ് പറയുന്നത് ഒരു 10 ലക്ഷം ആൾക്കാർ വോട്ട് ചെയ്യുന്നിടത്തെ. ഞാൻ അടുത്ത് വായിച്ചതാണ് ഈ ഇത് നടത്തുന്ന ഏജൻസി. അത്രയും സാമ്പിൾ വെച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റുമെന്നാണ് പറയുന്നത്, ശാസ്ത്രീയമായ രീതിയിൽ. അപ്പം വേറെ കാര്യം, എല്ലാ സർവേകളും ശരിയാവണമെന്നില്ല. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രാവശ്യം പറ്റിയ, തമിഴ്നാട് തെരഞ്ഞെടുപ്പിലൊക്കെ. പക്ഷേ ഇപ്പോൾ ഭൂരിപക്ഷം സർവേകളും പറയുന്നത് പോലെ കർണാടകത്തിലൊക്കെ BJP പോലും നമ്മൾ പോലും വിശ്വസിച്ചില്ല. BJPയുടെ അപ്രമാദത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്രയും അങ്ങ് വരുമോ? പക്ഷെ അതുപോലെ വന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ ശബരിമല വിഷയമൊന്നും അല്ല. കാരണം പിണറായി സഖാവ് കളിച്ചൊരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ശബരിമല വിഷയം യഥാർത്ഥത്തിൽ കോടതിയുടെ ഉള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അതിനകത്തൊരു പൊളിറ്റിക്സ് കളിച്ചു. സാറിന് മനസ്സിലാക്കണോ? പിന്നോക്കക്കാരെ ഒന്നിപ്പിക്കാനൊരു ഒരു നടത്തി. കാരണം ശബരിമല അയ്യപ്പൻ സാധാരണക്കാരൻ്റെ ആളാണ്, അല്ലെ പട്ടികജാതിക്കാരൻ്റെ ആളാണ്. അപ്പം ഈഴവ പിന്നോക്ക ആൾക്കാരെ ഒന്നിപ്പിച്ചാൽ അതൊരു വലിയ ബെൽറ്റായിട്ട് മാറി. പക്ഷേ ശബരിമല അയ്യപ്പൻ പിന്നോക്കക്കാരൻ്റെ, ശബരിമല അയ്യപ്പൻ എല്ലാവരുടെയും ആളാണ്. ഇപ്പോൾ ഈ ശബരിമല അയ്യപ്പൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ വീട്ടിൽ കൂലിക്ക് ജോലിക്ക് നിരന്തരമായിട്ട് വരുന്ന രാമൻ മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ രാമനോട് പ്രത്യേക ബഹുമാനമാണ്. അതെ അതെ. അതുവരെ എടാ രാമ അങ്ങോട്ട് വേണം ഇങ്ങോട്ട് വേണം കഞ്ഞി കുടിച്ചിട്ട് രാമൻ മാലയിട്ട് 40 ദിവസം വരുമ്പോഴത്തേന് രാമൻ നമ്മുടെ മുമ്പിൽ അയ്യപ്പനാ. അപ്പം അവർക്കിടയിലും അയ്യപ്പനെ അവഗണിച്ച വിഷയം ഒരു കോംപ്രമൈസും ഇല്ലാതെ അതിനകത്ത് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞു. അവരുടെ ഇത് പാർട്ടി അവലംബിച്ച നയം തിരിച്ചടിച്ചു. കാരണം ഇതാണ് അവരുടെ സങ്കല്പം എന്ന് അവർക്ക് അറിയത്തില്ല. അയ്യപ്പൻ അങ്ങനെ പ്രത്യേകതയുണ്ട്. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ മാലയിടുന്നവരെല്ലാം ശബരിമല ശാസ്താവാണ്. വല്ലാത്തൊരു വികാരം തന്നെയാണ്. നമ്മൾ ബാക്കിയുള്ള ദൈവങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള സാധനം. അപ്പം അങ്ങനെ വന്നപ്പം നമ്മളൊക്കെ ഈ സർവേക്കകത്ത് ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു അങ്ങനെയൊന്നും വരത്തില്ല, ഒരു 10 സീറ്റ് അല്ലെങ്കിൽ. പക്ഷേ സർവേ അങ്ങനെ തന്നെ വന്നു. അപ്പോൾ ഈ പ്രാവശ്യവും UDFന് 19 സീറ്റില്ലെങ്കിലും ഏതാണ്ട് സാറി പറഞ്ഞതുപോലെ എൻ്റെ ഒരു കണക്കുള്ള അങ്ങനെ ഒരു 10-16 സീറ്റ്. പിന്നൊന്നുള്ളത് ഓരോ നിമിഷവും മാറി ഇപ്പോൾ തന്നെ ED കൈകാര്യം ചെയ്യാൻ പോകുന്ന പിണറായിയുടെ മകളുടെ കേസ്, പിന്നെ അവർ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അപ്പോൾ കരുവന്നൂർ ബാങ്കിൻ്റെ കേസ്, അപ്പോൾ ഇതൊക്കെ ഭരണവിരുദ്ധ വികാരം ഭയങ്കരമായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ 3 സീറ്റ് ജയിക്കുമെന്ന് പറഞ്ഞാൽ പോലും അവിടെയും കാര്യമായ പ്രസക്തി മാറും. പിന്നെ ചിലർക്ക് മാത്രമാണ് ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇത് നിലനിർത്താൻ കഴിയുന്നത്. ഈ കുടിക്കുന്ന സുരേഷിന് നിലനിർത്താൻ കഴിയുന്നത് പോലെ ആരിഫിന് നിലനിർത്താൻ പറ്റത്തില്ല. അവിടെ മുസ്ലിം കോർഡിനേഷൻ ഉണ്ടായിരുന്നു. പിന്നൊന്ന് ഇത്തവണ ഉള്ളൊരു മാറ്റം, ഈ SDPIയുടെ മാറ്റം, ജമാഅത്തിൻ്റെ സംസ്ഥയുടെ മാറ്റം, ഇതൊക്കെ പള്ളിക്കാരുടെ മാറ്റം, ഇതൊക്കെ UDFന് അനുകൂലമായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ ഒരു കാണാ കേസുകളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്ത് UDF നേടാൻ സാധ്യതയുണ്ട് എന്നൊരു കണക്കുകൂട്ടലിലാണ് ഞാനിരിക്കുന്നത്. സാറ് പറഞ്ഞതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇലക്ഷൻ പ്രചരണത്തിന് ഇവിടെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ വലിപ്പം മാറി. പുള്ളി രണ്ടടി അല്ലെങ്കിൽ 2 പ്രസംഗിച്ചിട്ട് പോയപ്പോഴത്തേന് പ്രശ്നമില്ലേ? കാരണം പിണറായി വിജയൻ അഴിമതിക്കാരിയാണ്, അല്ലെങ്കിൽ അവരുടെ മകൾ അഴിമതിക്കാരനാണ്. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് പിണറായിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രി തമ്മിലൊരു ഇതുണ്ട്. അപ്പം മോദിയെ പോലെ ഉള്ള ഒരാൾ വന്ന് ഇന്നാൾ അഴിമതിക്കാരാന്ന് പറയുമ്പോൾ അതിനകത്ത് 2-3 അർത്ഥം വരും. അഴിമതിക്കാരായിരിക്കാം, രണ്ടാമത് നാളെക്കാലെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, മനുഷ്യൻ ചിന്തിക്കുന്ന കാര്യത്തിനകത്ത്. അപ്പം ഈ പറഞ്ഞ പോലെ സാറേ, അപ്പം ഉള്ള സാധ്യത ചില പാർട്ടികളുടെ കൂടാനും അടുത്ത 8-9 ദിവസത്തിനകം എത്രയോ സംഭവ വികാസങ്ങളാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തുമൊക്കെ സർവേ ഫലങ്ങൾ മാറി മറിഞ്ഞു പറയാം. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും പ്രസംഗങ്ങളാണ് ഈ അനുയായികൾ ഏറ്റുപാടുന്നത്. ഇപ്പോൾ മോദിയുടെ പ്രസംഗം ആണ് കള്ളന്മാരാണ് ഇവർ എന്ന് തന്നെയാണല്ലോ പറഞ്ഞത്. കള്ളത്തരവും കള്ളന്മാരുമാണ് എന്ന് തന്നെയാണല്ലോ പറഞ്ഞത്. അതുപോലെ തന്നെ പിണറായിയുടെ മറുപടി നന്നായിരുന്നു. കാരണം പ്രധാനമന്ത്രിക്കെതിരായി BJPക്കെതിരായുള്ള ഒരു വിശകലനം അദ്ദേഹം നടത്തി.
പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരുതരം തൂക്കിയിടുന്ന വാക്കുകൾ പോലെയാണല്ലോ, എഴുതി വെച്ചതുപോലെ അച്ചടി ഭാഷയിൽ സംസാരിക്കുകയാണല്ലോ. അപ്പോൾ ഇതിനേക്കാൾ അപ്പുറത്ത് ഇപ്പോൾ ചില അക്രമങ്ങൾ, ഇപ്പോൾ ശൈലജ ടീച്ചർ ഇന്നലെ ഉന്നയിച്ചിരിക്കുന്നു, എനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നു. അടൂർ പ്രകാശ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നു ഇരട്ട വോട്ടുകൾ, 1,00,000-ലധികം ഇരട്ട വോട്ടുകളുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ടായാൽ മാറ്റങ്ങളുണ്ടാവും. പിന്നെ ആളുകൾ വീടുകളിൽ കയറി ഇറങ്ങുകയും വെയിൽ കൊള്ളുകയൊക്കെ ചെയ്യാണ്. ചൂട് അകത്തും പുറത്തും ചൂടാണ്. പിന്നെ സാമ്പത്തികമായ കാര്യങ്ങൾ കൊണ്ടാണ് ഈ ആളുകൾ പോകുന്നത്. എന്തിനാ ഒരു സർബത്ത് കുടിക്കാൻ കയറിയാൽ പോലും 10-15-20 രൂപയാവും. അപ്പോൾ ആളുകൾ ഇപ്പോൾ കാശ് കിട്ടാതെ ആരും പണിയെടുക്കത്തില്ല. ബൂത്ത് കമ്മിറ്റി ആയാലും വീടുകളിൽ കയറുന്നതിന് പണം വേണം. അപ്പോൾ ആ പണം ഉണ്ടാക്കി പണം ചിലവഴിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ കലഹങ്ങൾ. ഇപ്പോൾ ആലപ്പുഴ തന്നെ ഒരു തെരുവ് നാടകം നടത്തിയപ്പോൾ ആ തെരുവ് നാടകത്തിനിടയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ ഇരച്ച് കയറി അടിച്ചു. സംഘർഷത്തിലായിരുന്നു. പിന്നെ സിദ്ധാർത്ഥൻ്റെ മരണം ഒരു വലിയ അട്ടിമറി, ഓരോ വിഷയങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങൾ പ്രതി ഇത് മാറിക്കൊണ്ടിരിക്കുന്നതും പിന്നെ സർവേ പ്രശാന്ത് പറഞ്ഞതുപോലെ 2 കാര്യങ്ങളുണ്ട്. അവർ പലയിടങ്ങളിൽ ചെന്ന് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ, വാർഡ് അടിസ്ഥാനത്തിൽ, ബ്ലോക്ക് അടിസ്ഥാനത്തിലാണ് ഈ വിശകലനം ചെയ്യുന്നത്. അപ്പം അതിൽ ഞാൻ പറയുന്നത്, ഇപ്പോൾ ആളുകൾ വോട്ട് ആർക്ക് ചെയ്യാൻ പോകുന്നു എന്ന് പറയാൻ മടിക്കുന്നു, പേടി കൊണ്ടാണ്. കാരണം ആരാ വന്ന് കയറി വെട്ടുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ BJPക്ക് വോട്ട് ചെയ്യുമെന്നൊരാൾ പറഞ്ഞാൽ ഇതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. അപ്പോൾ സർവേ ഫലം ഇത്തവണ ഒരുമാതിരി ഒക്കെ ഫലം വരുമെങ്കിലും അത് തീർത്തും ശരിയായിക്കൊള്ളണമെന്നില്ല എന്നാണ് എൻ്റെ ഈ കഴിഞ്ഞ കാല അനുഭവം. പറഞ്ഞതുപോലെ സർവേ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, ജനങ്ങളുടെ മാൻഡേറ്റ് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.